ഇത് Close Up Co-presents Let's Rock and Roll. Blockbuster partner MyG, co-powered by Dr. Moms. Cosmetic partner Dazzler, Eterna, Spice partner Eastern. And premium ice cream partner Laza. ചുക്കില്ലാത്ത കഷായമില്ല, ഇല്ല. ഉപ്പില്ലാത്ത കഞ്ഞിയില്ല, ഇല്ല. അതുപോലെ പിഷു ഇല്ലാത്ത പരിപാടിയില്ല. മലയാളം ടെലിവിഷന്റെ ഹാസ്യ സാമ്രാട്ട്, മലയാളം സിനിമാ രംഗത്ത് ഇവൻ സംവിധായകൻ. പക്ഷെ നമുക്കിത് ഒറ്റ പേര്, രമേശ് പിഷാരടി. ഇതാ പിഷാർ റെഡി. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട്, സുഖമായിട്ടിരിക്കും? നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷങ്ങള്? ആദ്യം തന്നെ പറയട്ടെ, ഗുരുവേ നമ്മ എന്തിന് ചുമ്മാ ഇരിക്കട്ടെ. എന്താന്ന് വെച്ചാൽ ഗുരുവിന്റെ പിന്നാലെ ശിഷ്യനും സംവിധായകനായി. സംവിധാനമായി. പക്ഷെ ഞങ്ങളൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ സംവിധാനമായാലും ടിവിയോ സ്റ്റേജോ മറ്റൊരു പരിപാടികളും വിടാറില്ല. കാലം എങ്ങോട്ടെടുത്ത് വെച്ചാലും ആദ്യത്തെ കാലം അവിടെ തന്നെ വെച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. ഏത് വള്ളം മുങ്ങിയാലും ഒരു വള്ളം ഞങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തു. അപ്പൊ നമുക്കിപ്പോ സ്റ്റേജിൽ പോകുന്ന അത്ര പൈസയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടിക്ക് പോകുന്ന അത്ര പൈസയോ ഒന്നും സംവിധാനം കിട്ടില്ല. നമ്മൾ ആദ്യത്തെ സംവിധാനമാണല്ലോ. സത്യമാണല്ലോ. അപ്പൊ ആദ്യത്തെ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, പടമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള സമയത്ത് കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്യാം, എന്നിട്ട് പൈസ ഉണ്ടാക്കാം, എന്നിട്ട് അടുത്ത പടം വീണ്ടും ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. ആദ്യത്തെ പടം ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് ആ കൊല്ലം വെള്ളപ്പൊക്കം വന്നു, ഉള്ള പരിപാടി മുഴുവൻ ക്യാൻസൽ ആയി. അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ പടം ചെയ്തു. അത് കഴിഞ്ഞപ്പോ രണ്ടാമതും വെള്ളപ്പൊക്കം വന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, ശരി ഇനി ഈ വർഷം പടം ഒന്നും ചെയ്യേണ്ട, കുറച്ച് പരിപാടി ചെയ്യാന്ന് ഓർത്തപ്പോ കൊറോണ വന്നിട്ടുള്ള പരിപാടിയും കൂടെ പോയി കഴിഞ്ഞു. ഇപ്പൊ എന്നോട് നിങ്ങൾ TV ഷോ ചെയ്യണമെന്നും സ്റ്റേജിൽ പോയി പരിപാടി ചെയ്യണമെന്നും ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുന്നത് ബാങ്കുകാരാ. അവര് ലോൺ മുടങ്ങിയിട്ട് വിളിക്കും. അയ്യോ, അവിടെ നിന്ന് വിളിക്കുന്ന ചേച്ചി എന്തൊരു മോട്ടിവേഷൻ ആണെന്നറിയോ? പഠിക്ക് പോയില്ലെങ്കിൽ ദുൽഖർ സൽമാൻ വരെ ഉമ്മ ചീത്ത വിളിക്കുന്ന എന്ന് ഷൂട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പരിപാടിക്ക് പോകുന്ന ചേച്ചി, ബാങ്കിലെ ചേച്ചിയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ തിരി കൊളുത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം നമുക്ക് രമേശ് പിഷാരടിയെ ആ സീറ്റിലേക്ക് നമുക്ക് ആനയിക്കാം അല്ലെ? പ്രഭു അങ്ങ് ഉപവിഷ്ടനായാലും കൂടി നല്ലത്. താങ്ക് യു. രണ്ട് സൈഡിലുള്ള ടീം അംഗങ്ങളെ നമുക്ക് വിളിക്കാം. ടീം ദേവാസിനമ, ടീം മധുര രാജ. നമസ്കാരം ചേട്ടാ. നമസ്കാരമുണ്ട്. അല്ല, മുമ്പത്തെ പോലെയാണോ നോക്കിയാ? കൈവീശിൽ തന്നെ ഒരു വ്യത്യാസമില്ല നോക്കിയാ. ഞങ്ങള് പഴയ സെറ്റപ്പാ, ഞാനും ബൈച്ചേട്ടൻ. എന്തായാലും നമുക്ക് ഇവര് തൽക്കാലം സീറ്റിലേക്ക് തിരിച്ചുവിടാം. രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് പോക്കണോ? അല്ലല്ല, നിക്ക് ഷാനുക്ക എന്തേ? ഷാനുക്ക ഈ പ്രാവശ്യം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് പകരം നമ്മൾ ഹർഷയുണ്ട്. സാജൻ സൂര്യ. അല്ല, സാജൻ എന്തിനാ പോകുന്നത്? ഷാനുക്ക പറഞ്ഞു വിടാൻ പറ്റും. അതിനെന്താ കുഴപ്പം? ഞാൻ വന്നെന്താ കുഴപ്പം? അതെന്തോ ഷാനുക്ക പോയത് സാജൻ ചേട്ടൻ വന്നോണ്ടല്ലേ? നീനൊരു കാര്യം മനസ്സിലാക്കി, ഞാനല്ല ഇവിടെ ഒഴിവാക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്. അല്ല, ഷാനു ഉണ്ടെങ്കിൽ മാത്രമേ നീനു ചെയ്യുള്ളൂ. നീനു ചെയ്യണ്ട. ഇതിപ്പോ അല്ലെ, ഷാനു എന്നെ വിളിച്ചു പറഞ്ഞു ഇല്ലാത്തത് പറയല്ലേ? എന്റെ ഷാനുക്ക അങ്ങനെ പറയില്ല. ഞാൻ ഇവിടെ ഇരുന്നു വെച്ചിട്ട് ഈ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ.
ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇയാളെ ഇതെന്തോ ഇത്രയും ദിവസം ഷാനിക്കായിരുന്നല്ലോ, ഷാനിക്കാണ് മാറ്റിട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. ഷാനുക്ക് അടുത്ത് വരാൻ പറയാൻ ചെയ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് മാർക്കറ്റ് അല്ല. ഈ കാര്യത്തിന് തീരുമാനം ഇവിടെ ഇരിക്കട്ടെ, വാ. നിങ്ങൾക്ക് ഇതൊരു അസറ്റ് ആയിരിക്കും. ഇതോ ഓക്കേടാ, ബായ്ടാ. എന്റെ ടീമിൽ ഞങ്ങള് സ്നേഹത്തോടെ എടുത്തു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഇവിടെ 2 പ്രാവശ്യം വിളിക്കണം. മമ്മൂക്കാക്കി ജയ് വിളി, 2 പ്രാവശ്യം വിളി. പിന്നെ അല്ലാണ്ട് അവിടെ മമ്മൂക്ക ടീമിൽ വന്നിട്ട് പിന്നെ ഇവിടെ 2 പ്രാവശ്യം വിളിച്ചോ. പിന്നെ ഞങ്ങൾ ദേവാസുരത്തും കേട്ടില്ല. അത് പറ്റില്ല. അതെന്താ പറ്റാത്ത? ലാലേട്ടന് ജയ് വിളിച്ച് ക്ഷീണിച്ചു. ഞാൻ മാറ്റാൻ പറ്റും. ലാലേട്ടന് മതി. അതെ, ഞാനൊരു കാര്യം പറയാം. റോക്ക് ആൻഡ് റോൾ ടീമിലെ കേരള കോൺഗ്രസ് ആരാണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായല്ലോ. ഇവര് രണ്ടുപേരുമാണ്. ഇവര് അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. നോക്കി നിന്നാ അവരവർക്ക് കൊള്ളാം. ഇനി 3 പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ജൂഹി, അതെന്തിനത്? അങ്ങനെയൊന്നും വേണ്ട. ജൂഹി എന്ന് വിളിച്ചിട്ട് ഹായ് പറഞ്ഞാൽ മതി. അത് മതി. എന്തൊക്കെയുണ്ട് വിശേഷം? ജൂഹിയുടെ പേര് വളരെ കുറച്ച് പേർക്ക് മാത്രമായിട്ട് അറിയുള്ളൂ. നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ലച്ചുവിന്റെ ശരിക്കും പേരെന്താ എല്ലാവരും ചോദിക്കുന്നത്. ശരിക്കുള്ള പേര് ജൂഹി റുസ്തഗി. രാജസ്ഥാനിയാണല്ലേ? രാജസ്ഥാനിയാണ്. എങ്ങനെയായിരുന്നു ഈ രാജസ്ഥാൻ പ്രണയകഥ? അത് പപ്പ രാജസ്ഥാനി, അമ്മ മലയാളിയാണ്. പപ്പ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ സെറ്റിൽഡ് ആയതാ കേരളത്തില്. അപ്പൊ മറ്റേ ഓട്ടോഗ്രാഫിൽ മറ്റേ പുള്ളിക്കാരത്തിനെ കണ്ട പോലെ ഇങ്ങനെ? അല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. അവരുടെ ശരി അറേഞ്ച് മാരേജ് ആയിരുന്നു. ഇനിയിപ്പോ നിന്റെ വരാനിരിക്കുന്ന ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? എന്റെ ഓഫ് കോഴ്സ് ലവ് മാരേജ് ആയിരിക്കും. ചെക്കന്റെ പേരെന്തുവാ? പറയില്ല. ശരി, തൽക്കാലം എന്തായാലും ജൂഹിക്ക് ജൂഹിയുടെ ചെക്കനെ കുറിച്ച് പറയാനായിട്ടുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ജൂഹി ഇവിടെ നമ്മുടെ ഈ എപ്പിസോഡിൽ 2 ദിവസത്തിനകം നമ്മൾ അവനെ കൊണ്ടുവന്നിരിക്കും. കൊണ്ടുവന്നതിന് ശേഷം പ്രേക്ഷകരെ മുഴുവൻ കാണിച്ചു കൊടുത്തിരിക്കും. ശരി, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഹർഷ, നമസ്കാരം. ഹർഷ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറക്കുമതി ചെയ്താണ്. കാരണം തിരുവനന്തപുരത്തുകാർ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ കുറച്ച് പേരെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. ഓക്കെ ഹർഷ, എന്തായാലും വെൽക്കം ടു റോക്ക് ആൻഡ് റോൾ. താങ്ക് യു. ഒരാൾ കൂടെ ഉണ്ട്, സാജൻ സൂര്യ. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് തിരിച്ചു പോകാം. എല്ലാവരും ഇരുന്ന സ്ഥിതിക്ക് ഇവിടെ എല്ലാം കറക്റ്റ് ആണ്, എല്ലാം ഫില്ലാണ്. പക്ഷെ ഇങ്ങോട്ട് 2 സീറ്റ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്താ സംഭവം? ഞങ്ങളുണ്ടല്ലോ ഗെയിം കളിച്ച് ഞങ്ങൾ ജയിച്ചു മടുത്തു. എപ്പോഴും ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാലും അവരെന്തായാലും തോക്കും. ഞങ്ങൾക്ക് മടുത്തു ജയിച്ച്. അപ്പൊ ഞങ്ങൾ അടുത്ത ലെവലിലേക്ക് കടന്നു. അതുകൊണ്ടാണ് നിങ്ങൾ 2 പേരെ വേണ്ടെന്ന് വെച്ചത്? വേണ്ടെന്ന് വെച്ചതല്ല, അവര് വരുന്ന വരവ് നോക്കിക്കോ. ഓ, അവർക്ക് വേറെ എൻട്രി ആണ്. നല്ല കള്ളിനെ സമീപിക്കുക. ആട് തോമ ഷാപ്പ്. ആട് തോമ കള്ള് ഷോപ്പ് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. കരിമീൻ പൊള്ളിച്ചത്തു, പുഴമീൻ വറ്റിച്ചത്തു. ഞാൻ പറഞ്ഞുതരാം. കുറച്ച് അടിച്ചോണ്ട് ചെറിയൊരു ഫിറ്റായിപ്പോയി. അതായത് കരിമീൻ പൊള്ളിച്ചതും പുഴമീൻ വറ്റിച്ചതും. അതാണ് ഒരു ഇതും കൂടെ ഉണ്ട്. എന്താ? മീൻ വരട്ടിയത്. എന്നും എന്നെ കൊണ്ട് വരട്ടി ഓരോ പണി എടുപ്പിക്കുന്ന ഇവിടെ ഈ ഷോപ്പില്. നിങ്ങൾ എന്തിനാണ് ഈ വരട്ടിയിട്ട് ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഓരോ പണി എടുപ്പിക്കുന്നത്?
എന്ത് പെൺപിള്ളേരെ കൊണ്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യിപ്പിക്കരുത്. എന്ത് മാരട്ടി നീ ചെയ്യിപ്പിക്കണ്ട, ഞാൻ ചെയ്യിപ്പിച്ചോളാം. ഇതാ കണ്ട, ഇതെന്റെ പുത്തൻ ഡ്രൈവർ. ഇതാണ് കൊണ്ടുണ്ടല്ലോ ചന്തി അടിച്ചു പൊട്ടിക്കും. എന്ത് പോക്കറ്റാണോ കാണിച്ചത്? അല്ല, അത് ചവിട്ടി പൊട്ടിച്ചല്ല പ്രശ്നം, എറിഞ്ഞ പ്രശ്നമില്ലല്ലോ. ഒന്ന് പോയ 9 വരും. ആ ഗ്ലാസ് എടാ പോടാ കൊച്ചിറക്കാൻ. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലേ? ഓർമ്മകൾ പക്ഷെ എനിക്ക് ഇതിനല്ല വേണ്ടത്. നമ്മുടെ സാധനം വരട്ടെ. ഫിനോയില് കുടിച്ചു, ഇനി വരട്ടെ എന്ന്. 7 പുന്നപ്പൂഞ്ചോല. അത് കുഴപ്പമില്ല, അത് വരട്ടെ. ഈ പണിയൊന്നും എന്നെ കൊണ്ട് അല്ല, പറ്റില്ല. വരട്ടെ വരട്ടെ. അല്ലല്ല, ഞങ്ങള് സൈഡിൽ നിന്ന് ഞങ്ങൾ 2 ആൾക്കാർ ഇറക്കിയില്ലേ, അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ നിന്ന് ഇറക്കിക്കോ. സിൽക്കില്ലെങ്കിൽ മറ്റേ കോട്ടൺ ആയാലും മതി. മഞ്ജു ചേച്ചി വിട്ടോളൂ. അവർക്ക് സൈഡിൽ നിന്ന് ഇറങ്ങാൻ പോയിട്ടെ. സാധനം അതാ. അവർക്ക് ആ കസേരയിൽ നിന്ന് ഇറങ്ങാൻ വയ്യ. ഒരു ഉഷാറായിക്കോട്ടെ. എനിക്കിതൊന്നും വേണ്ട. കുടിച്ചു പോകും പ്ലീസ്. ഇല്ലാതെ തന്നെ ഉഷാറാണ്. കിടക്ക് ആ യെസ്. കിടക്ക്. ചേട്ടാ, ചവിട്ടി തിരുമാനല്ലോ, ഇത് ചവിട്ടി തേക്കാനാണ്. മറ്റേ ഇങ്ങനെയല്ലല്ലോ കിടക്കുന്നത്. കമന്ന് കിടന്നോട്ടോ, അല്ലെങ്കിൽ നീ ചിരിക്കണ്ട, നേരെ കേട്ടോ. നീ പോയി ചോര കൊണ്ടുപോവാ. ചോരയോ? ഏത് ഗ്രൂപ്പാ വേണ്ടേ? അയ്യോ പറഞ്ഞിട്ട് പോയോട്ടോ തോമ. എന്തോ ഐ ലവ് യു. അതങ്ങനെ എല്ലാവരും പറയാം, കുഴപ്പമില്ല. ഒരു അച്ഛന്റെ രോദനല്ലേ. ആടിന്റെ ചങ്കിലെ ചോര കൊണ്ടുപോടി. ചന്തിയിലെ ചോരയോ? ചന്തിയിലെ ചോര അങ്ങനെ കൊടുത്താൽ എനിക്ക് ചങ്കില. ആ ചങ്കിലെ ചോര ഇപ്പൊ കൊണ്ടുവരാം. ആ ഇതുകൂടെ കൊണ്ടുപോയിക്കോ. ഓണ വഴിക്ക് അടിച്ചടിച്ച് പോയിട്ട് അവിടെ വീലായിരിക്കുന്നു. ഓക്കെ. അതെ, ഇവിടെ വിഷു ഓർത്തോർത്ത് ശരിക്കും എന്ത് കാര്യമായി വിഷു തിരിച്ചോണ്ടേ ഇരിക്ക. ചേട്ടന്റെ കിടപ്പ്. അതെ, രസം വെച്ചല്ലേ ബൈചേട്ടന് ഈ കമന്ന് നടന്നു തിരിച്ചെടുക്കണമെന്നുണ്ട്. പക്ഷെ ഉടുത്തേക്കട മുണ്ട് കൂടിയതുകൊണ്ട് പുള്ളി വിചാരിച്ച പോലെ തിരിയാനോട്ട് പറ്റുന്നില്ല. കിടന്ന് കറങ്ങും അവിടെ കിടന്നിട്ട്. അതെ, ഈ ചങ്കിലെ ചോരക്ക് പോയ ആളെവിടെ? ഞാൻ കൊറേ നേരം ഇവിടെ കാത്തിരിക്കുന്നു. ആരെങ്കിലും മൈൻഡ് അടിക്കുന്നുണ്ടോ? ഞാൻ അടിക്കാം മൈൻഡ്. ചോര ചോദിച്ചത് പൈൻ്റെ ഒക്കെ ഞാൻ അടിക്കും ഇങ്ങോട്ട്. ഇതാണോ ചങ്കിലെ ചോര? ഇതാണ് ചങ്കിലെ ചോര. അപ്പൊ നോക്കിയോ. ടേസ്റ്റ് വെക്കാൻ പോലും തന്നില്ലല്ലോ മോലല്ലേ. ടേസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തിങ്ങനെ ഇരിക്കണ ഒരു എന്താ എന്തൊരു മുഴുമുഴാന്നിരിക്കണ. അത്
ആശാനല്ലേ ഭയങ്കര വൃത്തി വേണം എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഇങ്ങനെ സാനിറ്റൈസർ ഒക്കെ നല്ല മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ കൊണ്ട് തന്നത്. അതെന്തിനടി മഹാഭാവി ഇതിനാണ് സാനിറ്റൈസർ ഇട്ടത്? കൊറോണ വരാതിരിക്കാനായിട്ട്. കൊറോണ കൊറോണ അല്ല, കൊറോണ. ഇപ്പോഴും വരാം. എവിടെ പോണ്? അത് വയറ്റിനകത്തൊരു പൂഞ്ചോല. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും നമ്മളൊരു നടയടി കൊടുക്കാറുണ്ട്. ആ, വേറൊന്നല്ല, ഈ ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ള ഒന്നല്ല എന്നുള്ളത് രണ്ട് ടീമുകളെയും ധരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് രമേശ് പിഷാരടിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. സാധാരണ നമ്മൾ മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ട് ടീമുകളെ വെച്ചിട്ടാണ്. പക്ഷെ ഈ രണ്ട് ടീമുകൾക്കും തുല്യമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഇന്ന് നീ ഗസ്റ്റ് ആയിട്ട് എന്നെ വന്നിരിക്കുന്നത്. കുഴിച്ചടിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട, തുല്യതയൊന്നുമില്ല. ഞാൻ കളിച്ചു നോക്കാം. കളി എന്താന്ന് കാഴ്ചക്കാർക്ക് മനസ്സിലാവണമല്ലോ. അതെ ആ, മത്സരത്തിലേക്ക് നമുക്ക് കിടക്കാം. മത്സരം എന്ന് പറയുന്നത് കല്ലുവിന്റെ കയ്യിൽ കുറച്ച് ക്ലൂ ഇരിക്കുന്നുണ്ട്. ആ ക്ലൂയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതാണ്. അപ്പൊ 3 ടീം നിങ്ങൾക്ക് ആദ്യം ആ ക്ലൂവിൽ നിന്ന് ആദ്യം ഞാൻ 1 ക്ലൂവോ 2 ക്ലൂവോ പറയുമ്പോ തന്നെ സിനിമയുടെ പേര് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് അവസരം കൊടുക്കും. അത് ശരിയാണെങ്കിൽ ബാക്കി 2 ടീമുകൾക്കും പണിഷ്മെന്റ് ഉണ്ട്. അതെ, ചാടി കയറി പറയാതിരിക്കുക. ക്ലൂ കൺഫേം ആവുന്നവരെ കേട്ടിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. അതിനു മുമ്പ് വേറെ ആരെങ്കിലും ശരീരത്തിൽ അമർത്തി കഴിഞ്ഞാലും പണിയുണ്ട്. നോക്കാം. ശരി, ഞാൻ ആദ്യത്തെ സിനിമയുടെ ക്ലൂ വായിക്കാൻ പോവാണ്. 4 സൈഡിൽ ചുറ്റാകെ ആൾക്കാരാണല്ലോ പടച്ചോനെ. ആദ്യത്തെ ക്ലൂ കേരളത്തിന് വെളിയിൽ വാടക വീട്. കേരളത്തിന് വെളിയിൽ വാടക വീട്, ഇതാണ് ആദ്യത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ വരുന്നു അയൽക്കാരിയുടെ പ്രണയം. അടുത്ത ക്ലൂ എന്ന് പറയുന്നത് ദുബായ്. 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 അടുത്ത സാധനം, അടുത്ത ക്ലൂ സ്വയം വീട്ടുജോലികൾ ചെയ്യുന്ന നായകൻ. അടുത്ത ഒരു ക്ലൂവും കൂടെ പറയാം, ചതി. ചതി. എനിക്ക് കിട്ടി തുടങ്ങി, ചൂട് കിട്ടി തുടങ്ങി. ഒന്നുകൂടെ പറയാം, ക്ലൂകൾ ഒന്നുകൂടെ പറയാം. കേരളത്തിന് വെളിയിൽ വാടക വീട്, അയൽക്കാരിയുടെ പ്രണയം, ദുബായ്, സ്വയം വീട്ടുജോലികൾ ചെയ്യുന്ന നായകൻ, ചതി, പ്രണയലേഖനം. കിട്ടിയോ? കിട്ടിയോ? മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. മുകുന്ദേട്ട മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഉത്തരം ശരിയാണ്. ഈ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ദുബായ് എന്താ? ദുബായ് എന്താണ്? അല്ല ശ്രീനിവാസൻ ലാസ്റ്റ് ദുബായ് പോവും. ലാസ്റ്റ് ദുബായ് പോകും. അല്ല, പിഷാരടിച്ചാണ്ട് പറ്റില്ലെങ്കിൽ അത് വേണ്ട, വിട്ടേക്ക്. കാരണം അതെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡയമണ്ട് നെക്ലേസ് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞു. ഈ പറഞ്ഞ എല്ലാ സാധനവും ഞാൻ ഡയമണ്ട് നെക്ലേസ് സ്വന്തം വീട്ടുജോലി ചെയ്ത് ഫഹദ് ഫാസിൽ അവിടെ താമസിക്കുന്നു, മാല വെച്ച് പറ്റിക്കുന്നു, സമൃദ്ധ സുനിലിനെ പ്രണയിക്കുന്നു. കേരളത്തിന് പുറത്തുണ്ട്, ചതിയുണ്ട്, ഡയമണ്ട് നെക്ലേസിന്റെ മാല വെച്ച് പറ്റിച്ചിട്ടുണ്ട്, ഫഹദ് ഫാസിൽ വീട്ടുജോലികൾ തന്നെ ചെയ്യുന്നുണ്ട്, സമൃദ്ധ സുനിലിനെ പ്രേമിക്കുന്നുണ്ട്. എല്ലാം ശരിയാണ്, പക്ഷെ നമ്മൾ ജയിച്ചു. ക്ലൂ ഉള്ള ആൾക്കാർ വിജയിക്കും. 10 ക്ലൂ ഒന്ന് വായിച്ചോട്ടെ. ഞാൻ പറഞ്ഞുതരാം. ക്ലൂസ്: കേരളത്തിന് വെളിയിൽ വാടക വീട്, അയൽക്കാരിയുടെ പ്രണയം, ദുബായ്, സ്വയം വീട്ടുജോലികൾ ചെയ്യുന്ന നായകൻ, ചതി, പ്രണയലേഖനം, മോഹൻലാൽ, ശ്രീനിവാസൻ, സോമൻ. ഇതായിരുന്നു നമ്മുടെ ക്ലൂ. അത് അതിലേക്ക് എത്ര ക്ലൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നു. ഈ ടീമും തോറ്റതായിട്ട്. ഏത് വേണമെന്ന് നിശ്ചയിച്ചോ? ഏത് ശിക്ഷ? കരണത്തടി വേണോ? ചവിട്ടുള്ള നമുക്കൊരു ചവിട്ട്. ഇത് നല്ല. നമ്മൾ ഈ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ 7 ദിവസം ഷോ ചെയ്യും. 7 ദിവസം ഷോ ചെയ്യുന്ന പൈസ അവസാനത്തെ ഒറ്റ ഷോയിൽ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്ന മനുഷ്യനാണത്. എനിക്ക് അന്ന് എടാ അതെന്താന്നറിയാമോ? ദുബായ് ചെന്ന് നിന്നിട്ട് ചതി, പ്രേമലേഖനം, ആൻസർ പറ എന്ന് പറഞ്ഞ് പൈസ മേടിക്കുമല്ല, 1/4 മണിക്കൂർ സ്റ്റേജിൽ മൈക്കുമായിട്ട് ഒറ്റയ്ക്ക് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നിങ്ങളുണ്ടല്ലോ ഈ ഊരക്കടി മേടിക്കാൻ നിൽക്കുന്ന സമയത്തും കൈവിടാത്ത ഈ കോൺഫിഡൻസ്, അതൊരു വലിയ വിജയമാണ്. അടിച്ചോ. ഇനി ഈ ടീമിൽ നിന്നും ആരെയാണ് നിങ്ങൾക്ക് വിളിക്കേണ്ടത്? മഞ്ജു പത്രോ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അടിക്കാം, തിരുപ്പനുള്ളി പോരും.
അടുത്ത സിനിമയിലേക്ക് പോവാണ്. അടുത്ത ക്ലൂ കല്യാണപ്പന്തൽ. വിവാഹം മുടങ്ങൽ, പ്രണയം, ഭക്ഷണം വിളമ്പൽ. നേരത്തെ ഇവിടുന്ന് ആദ്യം കല്യാണരാമൻ. കല്യാണരാമൻ. അവിടെയാ പഞ്ചാബി ഹൗസ്. ഓക്കെ, ഒന്നും മിണ്ടാണ്ടിരിക്കാൻ നോക്കിയേ. ഒരു സെക്കൻഡ് ക്ലൂ ബാക്കിയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ഊമ. ലാൽ. അല്ല, കല്യാണരാമന്റെ ഊമയുണ്ടല്ലോ. ഊമയുണ്ടോ? പിന്നെ ഊമ എന്ന് പറഞ്ഞ ജ്യോതിർമയി വേണ്ടതില്ലല്ലോ. അതെ, ലാൽ. ദിലീപ്. രണ്ടിലുണ്ട്. ആത്മഹത്യ. രണ്ടിലുണ്ട്. ദിലീപ് ആദ്യം ആത്മഹത്യ ചെയ്യാൻ പുഴ കടലിൽ ചാടിയ ശേഷമാണ് ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ, തിലകൻ. അത് രണ്ടിലുണ്ട്. കല്യാണരാമനില് ജോത്സ്യനായിട്ടുണ്ട്. പഞ്ചാബി കല്യാണരാമനിൽ ആദ്യം ഞാറക്കൽ ശ്രീനി എന്ന് പറയുന്ന ആളാണ് ഉഷ്ണനെ ശാന്തികൃഷ്ണ എന്ന് പറയുന്ന സീനിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറയുന്ന സീരിയസ് ആയിട്ട് മാറ്റം പറയുന്നത് ഒരു സംശയമില്ല. അവസാനത്തെ ക്ലൂ ഹരിശ്രീ അശോകൻ. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പിശുവിനെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട്. അശ്വതി. പിശുവിനെ അടിക്കുന്നതിന് തുല്യമാണ് അശ്വതി അടിക്കുന്നത്. വരുന്നു. അവളുടെ മുഖം കണ്ടറിയാം, നന്നായി വേദനിച്ചിട്ടുണ്ട്. പോയിരുന്നോ? എന്തായാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. പതിവ് പോലെ തന്നെ ഈ കുറിയും മധുരരാജയെ ദേവാസുരം വെട്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കുറി അംഗം അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക് തൽക്കാലം പിശുവിനെ അങ്ങോട്ട് വിടാം. കാരണം ഊരക്കടിയൊക്കെ മേടിച്ച് തളർന്നുപേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരുന്നു. എല്ലാം നന്ദിയോടുകൂടി ഓർക്കും. അല്ല, ബാങ്കുകാരുടെ നടിയിട്ടതിനേക്കാളും ഭേദമാണല്ലോ. എന്തായാലും ഇനി തൽക്കാലത്തേക്ക് നമ്മൾ പിശുവിനെ ഇപ്പൊ നടന്ന ചെറിയൊരു പരിപാടിയാണ് നടയാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗാലാ ഗെയിമാണ്. ഗാലാ ഗെയിം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പൂരം, അതായത് സാക്ഷാൽ തൃശൂർ പൂരം. അങ്ങനെ വലിയൊരു മത്സരത്തിനായി റോക്ക് കൺട്രോളിന്റെ അരങ്ങുണർന്നിരിക്കുന്നു. ആടിക്കളിക്കട കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ. പാട്ട് പാടിക്കോട്ടെ. എന്താ ആട് ആട് ആടാട്. ഇങ്ങനെ ആടുന്ന മത്സരമാണ്. ഇപ്പൊ കല്ലുവിട്ടിരിക്കുന്നത് എന്റെ പോലത്തെ ഒരു ഡ്രസ് ആയതുകൊണ്ട് അതവിടെ ഒട്ടിപ്പിടിക്കില്ല. പക്ഷെ ഈ ആടുന്ന ടീമിന്റെ ഡ്രസ്സ് ഒരു പശയുള്ള ഡ്രസ്സാണ്. അതുകൊണ്ട് ഇവിടുന്ന് നേരെ പറഞ്ഞു തന്നു കഴിഞ്ഞാല് ഇതിന്റെ ഇങ്ങനെ ഇരിക്കും. CID മൂസയില് മറ്റേ വണ്ടി ഇടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ദിലീപ് കയറി ഇങ്ങനെ ബസ്സിൽ പോലിരിക്കില്ലേ, ഏതാണ്ട് ആ രീതിയിൽ മേളിൽ കയറിയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കോൺടെസ്റ്റ്. ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 10, 30, 50 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് അവർക്ക് നൽകുന്ന മാർക്കാണ്. അതിന് സെന്ററിൽ വന്നിങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് 10 മാർക്ക് നമ്മൾ കൊടുക്കും. ഇവിടെയാണ് വന്നിരിക്കണമെങ്കിൽ 30 മാർക്ക് കൊടുക്കും. ഇവിടെയാണ് വന്നിരിക്കണമെങ്കിൽ 50 മാർക്ക് കൊടുക്കും. അതേപോലെ അങ്ങോട്ടും. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ആടി വരുവാണല്ലോ, താളമില്ലല്ലോ. നേരെ വന്നിട്ട് പകുതി കറുപ്പിലും പകുതി മഞ്ഞയിലും കൂടെ കൃത്യ ബോർഡറിൽ ഒട്ടിക്കിടന്ന എത്ര മാർക്ക് കൊടുക്കും? എന്ത് കൊടുക്കണം വിചാരടി പറ, എന്ത് കൊടുക്കണം? അപ്പൊ അങ്ങനെ ഒട്ടിക്കിടന്നു കഴിഞ്ഞാല് എപ്പോഴും അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കുറവ് മാർക്ക് എവിടെയാണ് കിടക്കുന്നത് ആ മാർക്ക് കിട്ടും. ഓക്കെ, അതായത് ഒട്ടിക്കിടക്കുമ്പോ 50 കിടക്കുകയാണെങ്കിലും കാലിന്റെ ഒരു ചെറിയ അംശം കറുപ്പ് കിടപ്പുണ്ടേ 10 മാർക്ക് കിട്ടുള്ളൂ. അതായത് പരമാവധി ഏതെങ്കിലും ഒരു കളറിൽ ഫുൾ ആയിട്ട് ഒട്ടിയിരിക്കാൻ ശ്രമിക്കേണ്ടതാകുന്നു. അതെ, അതാണ് മത്സരം. അതിന്റെ വിധി നിർണ്ണയിക്കുന്നത് പിഷാരടി ആയിരിക്കും. ആദ്യം വരുന്നു സാഗർ സൂര്യ.
റെഡി, തുടങ്ങാം. റെഡി 3, 2, 1 start. അടിപതറി. ഇനി അടുത്ത ആള് വാ. വരുന്നു ജൂഹി. ഇതാ വരുന്നു നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ സ്വന്തം ജൂഹി. ജൂഹി 2 കൽപ്പിച്ചാണ്. അടിപതറി. ആദ്യത്തെ അവസരത്തിൽ 2 പേർക്കും പോയിന്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സാജിൻ ചേട്ടൻ 2ാം കുറി എത്തുകയാണ്. ഒരാൾക്ക് 2 ചാൻസ് വീതാണുള്ളത്. റെഡി? അങ്ങനെയാണെങ്കിൽ ജൂഹിയുടെ 2ാമത്തെ ചാൻസിലേക്ക്. ജൂഹി പൊളിച്ചോ. ഇല്ല കാര്യമില്ല. കുറഞ്ഞതിൽ ഏറ്റവും കിട്ടുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ജൂഹിയെ പിടിച്ചെടുത്തിരിക്കുന്നു. ജൂഹി 2ാമത്തെ ടീം റെഡി ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന സ്പാർട്ടക്കുട്ടിയാണ് ദേവാസുരത്തിൽ നിന്നും. ടീം മധുരരാജയിൽ നിന്ന് വരാൻ പോകുന്നത് അശ്വതിയാണ്. അശ്വതി. മധുരരാജ നിലവിൽ ഒരൊറ്റ പോയിന്റ് മുന്നിൽ നിൽക്കുകയാണ്. ഇതേവരെ ദേവാസുരത്തിന് ഒരൊറ്റ പോയിന്റ് പോലും നേടാനും കഴിഞ്ഞിട്ടില്ല. അതെ. അല്ല, പഴയ ഗെയിം അല്ല. ഈ ഗെയിമിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും നേടാൻ സാധിച്ചിട്ടില്ല. ഒരു കളി അവിടെ കഴിഞ്ഞോളൂ. ഇനി ഞാൻ ഈ കാര്യം പറയട്ടെ, തോറ്റു കഴിയുമ്പോ ഈ ബഹളം ഉണ്ടാക്കുന്ന ഇതുവരെ ഇവരുടെ കുത്തകയായിരുന്നു. നിങ്ങൾ അത് തുടങ്ങരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. മര്യാദയ്ക്ക് കളിക്കുക. നേരത്തെ അവർക്ക് 2 ചാൻസ് ആണ് കൊടുത്തതെങ്കിൽ ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നു 3 ചാൻസ്. യെസ്. ദേവാസുരത്തിൽ നിന്നും സ്പാർട്ടക്കുട്ടി. ദേവാസുരത്തിൽ നിന്ന് സ്പാർട്ടക്കുട്ടി വന്നോട്ടാൻ പോകുന്നു. ആടി വാടാ കുട്ട. ആടി വാ കുട്ട. അടുത്ത കിട്ടും. നോക്കാം. മധുരരാജയുടെ പ്രതീക്ഷയാണ് അശ്വതി. അശ്വതിയാണ് അശ്വതി. വരട്ടെ. അശ്വതി. അത് കൂട്ടാൻ പറ്റില്ല. അത് കൂട്ടാൻ പറ്റില്ല. സ്പാർട്ടക്കുട്ടിയുടെ 2ാമത്തെ ചാൻസ്.
നിലവിൽ ടീം ദേവാസുരത്തിന് 30 മാർക്ക്, ടീം മധുര രാജയ്ക്ക് 10 മാർക്ക്. ഇനി മധുര രാജയിൽ നിന്ന് വരാൻ പോകുന്നു അശ്വതി. റെഡി അശ്വതി, രണ്ടാമത്തെ ചാൻസ്. Come on, Ashwati, come on. Come on, Come on, darling. Ashwati. ഒന്നുമില്ല, വെറും ദാരിദ്ര്യം. ബാറ്റ് കൊട്ടിയാൽ പോയിന്റ് ഇല്ല. ഇതാ സ്പാർട്ടക്കുട്ടിയുടെ മൂന്നാമത്തെ ചാൻസ്. മക്കളെ ഒട്ടിക്കോ. പോയി അങ്ങോട്ട്. പിടിവിട്ടാ പോരായിരുന്നോ? ഒട്ടിക്കോ. Oh, no. ഒട്ട്. ചവിട്ടി വാ. ഇല്ല, മൂന്നാമത്തെ ചാൻസ്. ശുക്ര പെർഫോമൻസ് ആയിരുന്നു. ഈ പ്രാവശ്യം അശ്വതി വന്ന് 30-ലെങ്ങാനും ഒട്ടിയാൽ മധുര രാജ വിജയിക്കും. റെഡി? പോയിന്റ്. 30. ആദ്യം 30-10 ആയിരുന്നു. ഇപ്പൊ 40-30. രണ്ടുപേര് റെഡിയായിട്ട് നിൽക്കുകയാണ്. ടീം മധുര രാജയിൽ നിന്നും ഹർഷ, അതെ, അതുപോലെ ടീം ദേവാസുരത്തിൽ നിന്നും നീനു. നീനു. ഒന്നുമില്ല, ഈസി ഈസിയാണ്. അതിന് വല്ലാത്ത ചാട്ടമായി പോയി, സാരമൊന്നുമില്ല. വാ 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 വാ. പ്രശ്നയാ? പ്രശ്നമുണ്ടോ? ഒന്നും പറ്റിയില്ല. പേടിച്ചു പോയതാ, വേറൊന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ല. നീ എണീക്ക്. ഓക്കെ അല്ലേ? അത് ബെഡുണ്ട്, അതിന് പേടിയല്ലേ? വാ. ഒന്ന് ചാടിയടി, ഒന്ന് ചാടിയേ, വെറുതെ ചാടിയേ. ഒന്നുമില്ലല്ലോ. ടീം മധുര രാജയ്ക്ക് വേണ്ടി ഹർഷ ചാടുന്നു. ഹർഷയുടെ ആദ്യത്തെ ടേൺ. രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. കൈപോയി. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇവരുടെ പെർഫോമൻസിനെ സംബന്ധിച്ച് അവർ വന്ന വഴിക്ക് തന്നെ വീണു. അതെ. അപ്പൊ ഇനി ചാൻസ് വേണോ വേണ്ടയോ? ഇനി ചാൻസ് വേണോ വേണ്ട? ചാൻസ് ഉണ്ടെങ്കിൽ ഒരു ചാൻസ് കിട്ടിയ കൊള്ളായിരുന്നു. വേണോ? ഇവര് തമ്മിൽ ആദ്യം വേറൊരു മത്സരം ഉണ്ടായിരുന്നു. അവിടുത്തെ ലാൻഡ് ചെയ്ത് ആര് വീണ് ബൗൺസ് ചെയ്തു. അതെ, അത് വീണയിടത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കുക. അതാണ്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ രണ്ടുപേർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമോ? കേറല്ലേ? ആദ്യം കയറുന്നത് നീനു അല്ലേ? നീനു ഓടിക്കേറ്. ഓടിക്കേറ്. ആ ചാടിക്കോ. വളരെ മികച്ച രീതിയിൽ പക്ഷെ നീനുവിന്റെ ബിൽഡപ്പ് ഭീകരായിരുന്നു. ഏതോ ഒരു ഫീനിക്സ് പക്ഷെ തന്നെത്താൻ കൊത്തി ചത്തുന്ന കേട്ടത്. ഇനി ഒന്നും ചെയ്യില്ലെങ്കിലും കരയ്ക്ക് നിന്ന് മോട്ടിവേഷൻ ബൈജു എഴുകുന്ന സമീപിക്കുക. അല്ല ഇതിനെന്തോ ശാസ്ത്രമുണ്ട്.
തിരുവനന്തപുരം ടൗൺ ഹാളിൽ ആരെങ്കിലും വരും അല്ലെ എറണാകുളം ടൗൺ ഹാൾ ബുക്ക് ചെയ്യാൻ പറ്റുമോ നാളെ വൈകുന്നേരം? 2 ഫീനിക്സ് പക്ഷികളെ പൊതുദർശനത്തിന് വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, ഇവര് രണ്ടുപേരും വന്നപ്പോഴാണ് ടീം അംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തേജനം നൽകിയത്. അതെ, അല്ല ഉത്തേജകന്മാർ നടിച്ച ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. ഇവര് രണ്ടുപേരും ഒരേപോലെ അങ്ങോട്ട് ക്ലാസ് എടുപ്പാ എങ്ങനെ അല്ലല്ല, എനിക്ക് എന്താ വെച്ചാൽ ഇവള് ബാക്കിലേക്ക് വീഴുമെന്നുള്ള പേടിയുണ്ട്. കാര്യം സാജൻ ചേട്ടൻ കയറി പുള്ളിയെ ബാക്കിട്ട് വീഴുവാണെ പിടിക്കാനായിട്ട് അവിടെ നിൽക്കുക. ഒരു കൈത്താങ് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. യെസ്, അപ്പൊ എന്തായാലും നിലവിൽ മത്സരം അവസാനിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു 40 പോയിന്റുമായി ടീം മധുര രാജ. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ. പേടിക്കണ്ട, ഇത് ക്രിസ്മസ് അല്ല, ഡിസംബർ മാസവുമല്ല. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു പണിഷ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പൊ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ വേണ്ടി 3 പേർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവരുടെ 3 പേരുടെയും തലക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ പിടിക്കും. ഇതിങ്ങനെ പിടിച്ചു കഴിയുമ്പോ ആ കോല് വെച്ചിട്ട് ഇങ്ങനെ മാക്സിമം പരമാവധി നീങ്ങിന്നിട്ട് അതങ്ങ് കുത്തി പിടിച്ചാൽ മതി. എനിക്ക് അർജുന വേണം. എന്നാ അർജുമുത്ത് വാ. കളറായിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ആള് വരട്ടെ. ഹർഷയ്ക്ക് ഇതിൽ എത്ര ഭയങ്കര ആവേശം ഉണ്ടായിരുന്നോ? ഇനി നീനു നീനു കണ്ട ആ ശാസ്ത്രീയത കണ്ടോ? അതിന്റെ ആ ശാസ്ത്രീയത കണ്ടോ നിങ്ങള്? യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയമായി. അപ്പൊ പിഷു കമോൺ. സംഭവം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറിലാട്ട് നിൽക്കണേ. അതെ, നിലം ഗംഭീരമായിട്ടുണ്ട് ഇപ്പൊ. തുമ്പിതുള്ളിലൊക്കെ കഴിഞ്ഞിട്ട് കളത്തിട്ട് നടക്കുന്ന പോലെ ഇരിക്കുക. ചാത്തനടിയ കളം. അതെ, ബോഡി ഷോയോ അത്? ഇത് കൊള്ളാലോ. നിങ്ങളുടെ ശരീരത്തിൽ ചിത്രപ്രദർശനം ഒക്കെ ഉണ്ടോ? കാണിക്ക ആ ചിത്രപ്രദർശനം ഒന്ന് തിരിഞ്ഞ് കാണിച്ചു കൊടുത്ത്. ഇത് നോക്കിയേ, പുറകൊക്കെ നോക്കിയേ. ദർബാർ ഹാളിൽ ഏതോ എക്സിബിഷൻ നടക്കുന്ന പോലെ പുറമൊക്കെ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇതുണ്ട്. ഇതും കൂടി ഒരു കാണിക്കാൻ പറയണോ? ഇതും കൂടി ഒരു കാണിക്കാൻ പറയണോ? വേണ്ട, നിനക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കാനല്ലേ. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഹലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചരിത്രം തിരുത്തി കുറിച്ച മധുരരാജയെ ഒരിക്കൽ കൂടി ജേതാവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് 10,000 രൂപയുടെ സമ്മാനം, അത് ഇപ്പോഴല്ല വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ്. എല്ലാവരും പങ്കിട്ടെടുത്തോളണം. അതുകൂടി നൽകിയതായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഒരു ഉഗ്രം കൈയ്യെടുത്ത്. അപ്പോ ഇന്ന് നമ്മളോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ ചങ്ക് ബ്രോ ആയിട്ട് നിന്ന നമ്മുടെ സ്വന്തം രമേശ് പിഷാരടിക്ക് 10,000 രൂപയുടെ ഇല്ല, നന്ദി മാത്രം. പ്രൊഡ്യൂസറോട്ടൊന്ന് മേടിച്ചോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കല്ലു, ഇത് ക്ലോസ് അപ്പ് കോപ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ മാജി കോപവർഡ് ബൈ ഡോക്ടർ മോംസ്. കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ, എച്ചേണ സ്പൈസ് പാർട്ണർ ഈസ്റ്റർ, പ്രീമിയം ഐസ്ക്രീം പാർട്ണർ ലാസ. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, சர்தா பீடா போல என் பேரத்தான் மெல்லுவா. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா, சர்தா பீடா போல என் பேரத்தான் மெல்லுவா. எவனு ஏறலாமா தோட வகம் பசுன்னு, இவதா ரஜ நகம் சிறிடுவா ஹிசுன்னு. மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா, பஞ்சன நீ விரிச்சா பாட்டுத்தான் படிச்சிருப்பா. கொஞ்சம் கொஞ்சம் தேன் படிச்சிருப்பா. குடிச்சா வச்சிக்கலா மனசுல தைச்சிக்கலா, வெடிச்சா வெள்ள இருக்கா வேண்டாத ஆள் இருக்கா. மைதிய காலி என்ன மல்லிகா பூ